സൂപ്പർ ലീഗ് കേരള ഫൈനൽ പോരാട്ടത്തിന് കലാശപ്പോരിന് കാത്തിരിക്കുകയാണ് കണ്ണൂരിലെത്തിയ ഫുട്ബോൾ ആരാധകരുള്ളത്. നമ്മളുള്ളത് താരങ്ങൾ വന്നിറങ്ങുന്ന ഗേറ്റിന് തൊട്ട് മുൻപിലാണ്. ഇവിടെ താരങ്ങളെ കാത്ത് തന്നെ ഒരുപാട് ആളുകൾ, കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി ഒരുപാട് ആളുകളെ നമ്മൾ ഈ ഗേറ്റിന് മുന്നിൽ നിന്ന് കാണുന്നുണ്ട്. രണ്ട് ടീമിൻ്റെയും ജേഴ്സിയാണ് ചെയ്തത്. രണ്ടുപേർ, ഒരാൾ കണ്ണൂർ വാരിയേഴ്സിൻ്റെ, ഒരാൾ തൃശ്ശൂർ മാജിക് FC. ഇവിടെ എന്തുകൊണ്ട് നേരത്തെ തന്നെ പോകുന്നല്ലോ? ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നതാണ്. ഡൽഹിയിൽ നിന്ന് വന്നതാണ് കളി കാണാനോ? ഫ്ലൈറ്റ് പിടിച്ചു വന്നത്? അതെ, സത്യമായിട്ട്. അതെന്താ ഇങ്ങനെ ഇത്ര ആവേശം? ഫൈനലായിരുന്നപ്പോൾ കണ്ണൂരും തൃശ്ശൂരും നമ്മൾ കളി കാണുന്ന ഒരു ഇതായിരുന്നു, ആവേശം. സൂപ്പർ ലീഗിന്റെ അലയൊലികൾ അങ്ങ് അവിടെ വരെ എത്തി. ഫോട്ടോ അയച്ചിട്ടുള്ളൂ. പേര് രവീന്ദ്രൻ. ആണോ? ഡൽഹിയിൽ ജോലി ഡൽഹിയാണ്? ഡൽഹിയിലാണ്. എവിടെയാണ്? നമ്മുടെ റിലയൻസിൽ. അവിടുന്ന് കളി കാണാൻ വേണ്ടി നാടുപടിയായിരിക്കും. നാടുപടിയാ, കണ്ണൂർ. പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ എവിടുന്നാ? തൃശ്ശൂരാ? എപ്പോ പോന്ന്? 16 ബസ്സുമായിട്ട് വന്നു എന്ന് അറിഞ്ഞു. പൂരമാണ് ഇവിടെ കണ്ണൂരിൽ. എന്താണ് ഒരു പ്രതീക്ഷ? എന്താണ് ഒരു പ്രതീക്ഷ? കോൺഫിഡൻസിലാണ്. നമ്മളെ വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടോ? ഇവിടുന്ന് എങ്ങനെ പോകും? കപ്പും കൊണ്ട്. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഈ സൂപ്പർ ലീഗിന്റെ ഒപ്പം കുറച്ച് ദിവസം സഞ്ചരിച്ച ഒരാളാണ്. ചെറുപ്പക്കാരാവേശം നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ചെറുപ്പക്കാരെല്ലാം നല്ല കേട്ടോ, പക്ഷേ നല്ല ആവേശമാണ്. ഫുട്ബോളിൽ എന്ത് പ്രായം വന്നിരിക്കും? ചെറുപ്പത്തിലെ കളിച്ചിട്ടുള്ളതാണ്. എല്ലാവരൊക്കെ ഞെട്ടിയിരിക്കും. കേരള FC വരുമ്പോഴേ മഞ്ഞപ്പട കളി കാണാം. സൂപ്പർ ലീഗ് അതിലും വലിയൊരു വികാരമായി മാറിയില്ല. ഓക്കെ, എന്തായാലും ഉഷാറാവട്ടെ. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ഓക്കെ, ഇതാണ് ഗേറ്റ്. താരങ്ങൾ വന്നിറങ്ങാൻ പോകുന്ന അല്പസമയത്തിനകം തന്നെ താരങ്ങൾ ഇങ്ങോട്ട് എത്തും. ഇവിടെ ചുറ്റും നമുക്ക് ആളുകളെ കാണാം. അവിടെ എവിടെ നോക്കിയാലും കണ്ണൂരിന്റെയും തൃശ്ശൂരിന്റെയും ആരാധക കൂട്ടായ്മയാണ് നമുക്ക് കാണുന്നത്. ഹലോ, എന്നിട്ട് നിങ്ങൾ സോക്കർ സ്കൂളിലെ കുട്ടികളാ? നിങ്ങളാണോ അവിടെ ഈ ഗ്രൗണ്ടിൽ കളി കഴിഞ്ഞ് ഹെൽപ്പ് ചെയ്യുന്നവരെ? പ്ലേയേഴ്സിനെ പന്തൊക്കെ എടുത്ത് കൊടുക്കുന്ന നിങ്ങളാണോ? വന്ന ആര് ജയിക്കും? ഉറപ്പാണ്? ഫുൾ കോൺഫിഡൻസ്. അതെന്താ അങ്ങനെ? ആര് ഗോൾ അടിക്കും? സിനാൻ അടിക്കാം. സെമിയിൽ സിനാൻ അടിച്ചില്ലേ ഗോള്? ഫൈനലും അടിക്കും, കപ്പും കൊണ്ടു. ആരടിക്കുന്നത്? സിനാൻ തന്നെ. സിനാന്റെ ആരാധകരൊക്കെ ആരൊക്കെ ഉണ്ട് ഇവിടെ? സിനാന്റെ ആരാധകര് കൈ നോക്കിയേ. ഫുള്ള് കൈ പോകുന്ന കേട്ടാ. മുഹമ്മദ് സിനാന്റെ ആരാധകര് ഫുള്ള് കൈ പോകുന്നത്. ഹായ്, കളിയാടം തന്നെ പോകുന്നു. ഒരു പരിപാടിയില്ല. ഈ കപ്പും കൊണ്ടാ നമ്മൾ പോകും. ഫുൾ ആവേശത്തിലാണ്. എങ്ങനെയുണ്ട് ഇവിടെ? കുറെ കാലത്തിന് ശേഷം വന്നൊരു ഫുട്ബോളാണല്ലോ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കണ്ടില്ല, ഇത് കണ്ടില്ല. ഇത് ജലസമുദ്രം ഇവിടെയുള്ളത്, അല്ലാതെ സാഗരം സമുദ്രം തന്നെ ഇവിടെ ഇല്ല. അവിടേക്ക് ഒന്ന് പോയി നോക്കാം. അവിടെ വലിയ കയ്യടിയൊക്കെ വരുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. ഇതേ തൃശ്ശൂരിൽ നിന്ന് വന്ന ആളുകൾ. എങ്ങനെയുണ്ട്? തൃശ്ശൂരിൽ നിന്ന് 16 വണ്ടിക്ക് വന്നു അല്ലേ? 16 വണ്ടി ആഘോഷമായിരുന്നോ? അടിപൊളി. കണ്ണൂരിൽ നിന്ന് തൃശ്ശൂർ പൂരാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കണ്ണൂരുകാർ വിടില്ല എന്നാണ് അവർ പറയുന്നത്. സ്ട്രോങ് ആണ് കണ്ണൂർ. കഴിഞ്ഞു, കാലിയായി. ഓക്കെ, ഇവിടെ കണ്ണൂരിന്റെ ആരാധകർ ഒരു വശത്ത്, അപ്പൊ തന്നെ തൃശ്ശൂരിൽ നിന്നുള്ള ആരാധകർ കൂടിയുണ്ട്. ഹായ്, എന്തുകൊണ്ട്? എപ്പോ വന്നു? രാവിലെ പോകുന്നു. നേരത്തെ അങ്ങ് ഇറങ്ങി. 16 വണ്ടിയിലും പാട്ടും ആഘോഷമായിരുന്നു. ആരായിരിക്കും നമ്മുടെ ഒരു താരം? മാർക്കസ് ആയിരിക്കുമോ? നവീനായിരിക്കുമോ? മാർക്കസ് ഫൈനലിലേക്ക് വെച്ചാണ്. ഫൈനലിലേക്കും വെച്ച ആയുധമാണ്. ആരോന്ന് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങൾ പൂരം നടത്തുന്നു പറഞ്ഞിട്ട്. ഒരു നേരത്തെ ഒരു ഇന്റർവ്യൂ എടുത്തപ്പോൾ തൃശ്ശൂരിന്റെ പൂരം ഞങ്ങള് നമ്മുടെ തൃശ്ശൂർ റൗണ്ടിൽ ഒരു പൂരം കൂടി ഉണ്ടാവും എന്ന് പറഞ്ഞു. കപ്പും കൊണ്ട് നമ്മൾ സ്വരാജ് റൗണ്ടിലൊക്കെ നടക്കും. തേക്കിൻകാട് മൈതാനത്തോടെ നമ്മൾ അങ്ങ് നടക്കൂല. ആഘോഷമൊക്കെ പ്ലാൻ ചെയ്തോ? ഇനി കളി ടെൻഷൻ ഉണ്ടോ? ഇല്ല, കളിക്കും. സെമിയാ കളിച്ചു.
ഇവിടെ ഒരുപാട് ആരാധകരുണ്ട് കേട്ടോ. എന്തോ നടക്കുന്നുണ്ട്. നോക്കാം എന്താണ്. ആരാധകരുടെ ഒരു മത്സരമൊക്കെ നടക്കണം. നമ്മുടെ മുജീബ് കായ്ക്കണ്ട 10 തലയിലേറെ നേരം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മുജീബ് കായ്ക്കണ്ട. അതുകൊണ്ട് കണ്ണൂർ സെറ്റല്ലേ? കണ്ണൂർ പൊളിക്കും, കപ്പിങ് കണ്ണൂർ തൂക്കും. കണ്ണൂരിന്റെ മണ്ണിന് കപ്പ് തൃശ്ശൂർ കൊണ്ടുപോകും. ആരാണ് നമ്മുടെ ഒരു പ്രതീക്ഷ? ഓടിക്കും. ഓക്കെ, എന്നാലും വലിയ പ്രതീക്ഷയിലാണ് കണ്ണൂരിന്റെയും ഒപ്പം തന്നെ തൃശ്ശൂരിന്റെയും ആരാധകരുള്ളത്. കപ്പ് ഇവിടെ നിന്ന് കൊണ്ടുപോകില്ല എന്ന് കണ്ണൂരുകാർ പറയാണ്. എന്നാൽ അങ്ങനെയല്ല, 16 ബസ്സും വെച്ചാണ് ഞങ്ങൾ വന്നത്. കപ്പ് നമ്മൾ കൊണ്ടുപോകും. ശക്തന്റെ മണ്ണിലുണ്ടാകുന്നത് തൃശ്ശൂരുകാരും പറയാണ്. വാശിയേറിയ പോരാട്ടത്തിനാണ് 4-1 സ്കോർ ഇവിടെ പ്രവചിച്ചു. 4-1. ഓക്കെ, എന്തായാലും രണ്ട് ടീമിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സെമി ഫൈനലിൽ കണ്ണൂർ കാലിക്കറ്റ് അതുവരെ മികച്ച പ്രകടനം നടത്തിയ ടീമാണ് കാലിക്കറ്റിനെ പരാജയപ്പെടുത്തിയാണ് കണ്ണൂർ വരുന്നത്. മുഹമ്മദ് സിനാന്റെ 71-ാം മിനിറ്റിലെ പെനാൾട്ടി ഗോളിൽ ഫൈനലിലെത്തി. ഫൈനൽ പ്രവേശിച്ച കണ്ണൂര് വലിയ ആത്മവിശ്വാസത്തോടെ സ്വന്തം മണ്ണിൽ ഇറങ്ങുകയാണ്. മറുവശത്ത് മലപ്പുറത്തെ മലർത്തിയടിച്ചാണ് തൃശൂർ മാജിക് FC എത്തുന്നത്. മാർക്കസ് ജോസഫ് എന്ന മജീഷ്യന്റെ ഹാട്രിക് മികവിലാണ് തൃശൂർ മാജിക് FC മലപ്പുറത്തെ അവരുടെ മണ്ണിൽ തോൽപ്പിച്ച് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഏതായാലും ഒരു വാശിയേറിയ പോരാട്ടത്തിന് തന്നെ സാക്ഷ്യം വഹിക്കുകയാണ്. നേരത്തെ കഴിഞ്ഞ മത്സരത്തിൽ വ്യത്യസ്തമായി ഇത്തവണ കണ്ണൂരിൽ ഇത്തവണ സെർദിനാരോ അസിയർ തോമസ് കോമ്പിനേഷൻ തുടക്കത്തിൽ തന്നെ ഉണ്ടാകും എന്നുള്ള സൂചന കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും ടീം അല്പസമയത്തിന് തന്നെ. സനോജ് കുമാർ ബേപ്പൂരിനൊപ്പം കണ്ണൂരിൽ നിന്ന് മഹേഷ് പോലൂർ, മീഡിയ.